ആന്റപ്പ ചേട്ടാ? ആ, ഒരു ഭാവിരാജ. അയ്യോ, ഡയറക്ടർ ഭാഗ്യരാജായിരിക്കും. അറിയാതെ നിനക്കെങ്ങനെയാ പരിചയം? സിനിമ മാസിയിലെ അഡ്രസ് കണ്ട് ഞാനൊരു കത്തയച്ചു. ഈ ഫോൺ നമ്പറാ കൊടുത്തത്. പോണ വലിയ മുതലാളി എടുക്കാഞ്ഞത് നിന്റെ ഭാഗ്യം. ഹലോ, ഭാഗ്യരാജ് സാറല്ലേ? ഓടിക്കാൻ ആളെ കിട്ടിയെന്നോ? ഡ്രൈവർ ഭാഗ്യരാജിനോ? മുമ്പ് നിന്ന വീട്ടിലെ ഡ്രൈവറാ? ആള് മാറിപ്പോയോ? മോശം, നിരാശപ്പെടുത്തി കളഞ്ഞു. അയ്യോ, എന്ത് പറ്റി ഭാഗ്യരാജന്? 2 പരിപ്പോട പറ്റി. ചൗണിച്ചേട്ടൻ താമസിച്ചേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഷൂട്ട്. സിനിമ ഷൂട്ടിങ്ങോ? ആ, സിനിമാ ഷൂട്ടിങ്. അയ്യോ, എന്ത് രസം. രതീഷ് സ്മിതയും കൂടെ നാട്ടു റോഡിൽ കിടന്നൊരു ബലാത്സംഗം. ഓ, എന്തൊരു രസം. രതീഷ് കലക്കി കാണും. എന്തോന്ന് കലക്കി? ചൗണിച്ചേട്ടൻ, നമുക്ക് പോയി കാണാം. എങ്ങോട്ടും പോകണ്ട, അങ്ങോട്ടും അല്ലേ. അടുക്കള ജോലിയുണ്ട്, അവന്റെ ഒരു ഷൂട്ടിങ്. ചേട്ടാ, നമുക്ക് പോകാം. നീ സമാധാനപ്പെടു തങ്കമ്മേ. നീ ജോലിയൊക്കെ തീർത്ത് കുളിച്ച് വൃത്തിയായിട്ട് നില്ല. ആ സീൻ രതീഷിനേക്കാൾ സുന്ദരമായി നമുക്ക് ഇവിടെ കലക്കാം. മതിയെന്നെ, വല്ലവരും കാണും. വല്ലവരും അല്ല, എല്ലാവരും കാണട്ടെ. ഇത് മണിയറയല്ല, കടപ്പുറം. എന്റെ ഭാര്യയെ ഞാൻ എവിടെ വെച്ചു എന്തും ചെയ്യും. ഭാര്യയോ? ആ, കൂടെ കഴിയുന്നാളെ പിന്നെന്താ വിളിക്കേണ്ടത്? കൂടെ കഴിയുന്നുള്ളോ? പിന്നെ അല്പ പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണം. ഞാനിപ്പോ ആരാന്നാ നിന്റെ വിചാരം? കപ്പലിലെ ചീഫ് ക്യാപ്റ്റൻ. അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ജോൺസൺ കേൾക്കരുത്. ഇപ്രാവശ്യം കപ്പൽ ആര് കൊണ്ടുവന്ന് നീ നോക്കും. ഒരു ക്യാപ്റ്റന്റെ അന്തസ്സിനനുസരിച്ച് വേറൊരു നല്ല പെണ്ണിനെ കിട്ടില്ലേ? അത് കിട്ടും. പക്ഷേ ഈ ക്യാപ്റ്റന് ഈ പെണ്ണു. നീ വിചാരിക്കുന്ന പോലല്ല സിനിമ. പിന്നെ അത് വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ഒരു സാധനമാണ്. ഓ, പന്ന പട്ടര് വരും, തിരിഞ്ഞു നോക്കണ്ട, നടന്നോ. யாரு தங்கம்மாவா? 2 பேரும் சேர்ந்து எங்க போறே? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരിക. സിനിമയില് ചേർന്നാച്ചാ? എന്താ അവക്ക് ചേർന്നുകൂടെ? ചേർന്നാമേ, ധാരാളമോ ചേർലാം. സിനിമ ഒരു നല്ല ഫീൽഡാണോ ശങ്കുണ്ണി? സിനിമ ഒരു കടൽ മാത്രമാണ്, അതിൽ വീഴുന്ന നദികളാണ് നദികൾ. പിന്നെ ഏത് ഫീൽഡാ സ്വാമി നല്ലത്? മറ്റു ഫീൽഡിൽ നടക്കുന്നതിന്റെ 100% വൃത്തികേട് സിനിമയിൽ നടക്കുന്നില്ല സ്വാമി. ശരിയാണല്ലോ. പറഞ്ഞു വന്നപ്പം നമുക്കും സിനിമയിൽ ചേർന്നാൽ എന്താ എന്നൊരു പൂതി. സ്വാമിയുടെ പന്നിവാല് മാതിരിയുള്ള തല സിനിമയിൽ നന്നായിരിക്കും. ഒരു ക്ലോസപ്പ് കിട്ടിയാ മതി, സ്വാമി രക്ഷപ്പെട്ടു. അതെന്താ ശങ്കുണ്ണി ക്ലോസപ്പം? അത് സ്വാമി, ഈ ഡയറക്ടർമാര് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം അപ്പമാണ് ക്ലോസപ്പം. അതിൽ 5 നേരത്തെ വാങ്ങി വെച്ചാലോ? അയ്യോ, പൂത്തു സ്വാമി. ശരിയാ. അപ്പൊ നമ്മുടെ കാര്യം പ്രത്യേക ശ്രദ്ധയിൽ വേണം. അഭിനയം വേണ്ട, സോങ് മതി. ആ, ഞാനേറ്റു. ഏറ്റല്ലോ. വരട്ടോ. ഞാൻ തടി പോലും ഇവിടെ നിൽക്കുമ്പോഴാ. കല്യാണം കഴിയാതെ ഇങ്ങോട്ട് വരാൻ സൈമണ് വലിയ നാണം. നാണിക്കാൻ എന്തിരിക്കുന്നു? ഇത് അവന്റെ വീടല്ലേ. ഡാഡിയെ കണ്ടില്ലല്ലോ. ഇന്ന് ഡാഡിക്ക് ഓഫ് ഡേ ആണ്. ഡാഡിയുടെ ഓഫ് ഡേ എന്ന് പറഞ്ഞ കംപ്ലീറ്റ്ലി ഓഫ്. അപ്പൊ കുടിയിപ്പോഴും പഴയതുപോലെ പുരോഗതി തന്നെ അല്ലേ? കുടിച്ചു കഴിഞ്ഞ പഴയ ഫ്രഞ്ച് പ്രതാപം ഒക്കെ പുറത്തു വരും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം പഴയ കടങ്ങളൊക്കെ വീട്ടാനെന്ന് കൂടെ കൂടെ പറയും. ഞാൻ ഇത്തവണ പോയിട്ട് വരട്ടെ. സകല കടങ്ങളും തീർത്തുകളെ. ഞങ്ങൾക്ക് പിന്നെ കർത്താവ് തന്ന നിധിയാ മോനെ. ഓ, അധികം കിടത്താതെ പറ്റി. കുറെ കൂടി വലിയ ബന്ധം വരുമ്പോ കാലുമാറായിരുന്നാ മതി. ബേലേ, അങ്ങനെ പറഞ്ഞുവിട്. ഏതായാലും നമുക്കിനി ഇത് വെച്ച് നേടിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ കപ്പൽ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ കല്യാണം നടത്താൻ നോക്കാം. അതിനെന്താ, അടുത്ത ആഴ്ച തന്നെ മനസ്സമോ നടത്തിക്കളയണം. ആഹാ, ഡാഡി ഇന്ന് നല്ല മൂഡിലാണല്ലോ. ഇന്ന് കംപ്ലീറ്റ് ഓഫ് തന്നെ. Above the bed so high, like a diamond in the sky. Who is that? സൈമൺ. Oh, Simon. Simon, how are you? Hello, Simon, how do you do? കൊള്ളാം, നല്ലത്. Say in English. I'm an old French man belonging with a high respectable family. Do you know me? സൈമൺ പോ. Simon boy. Hello, Simon. Tata. Bye bye, sweet dreams.
കിടന്നുറങ്ങാതെ അകത്തുനിന്ന് കിടക്കണം. Thank you very much for your kindness, man. ഞാൻ ഇറങ്ങട്ടെ. ആരാ? സൈമൺ. Oh, Simon, you sit. I am Francis Pereira from the old country of distance, and I am the man. അപ്പൊ ഞാൻ വരട്ടെ. ബൈ. My dear Teresa, I want 2 cups. എനിക്ക് 2 cup വേണം. Simon, you sit here. I say you sit here. I want drink with you. ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണം. I want 2 packs. 2 packs only. What is the life? Life is nothing. It is only the food. ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളിൽ 2 കാര്യങ്ങൾ വ്യക്തമാണ്. ക്യാപ്റ്റനെ കൊന്നിട്ട് സൈമൺ തന്നെ ആ സ്വർണം ഒളിപ്പിച്ചു വെച്ചിരിക്കും. ക്യാപ്റ്റൻ മരിച്ചതിന് ശേഷം സൈമൺ കപ്പലിന്റെ പുറത്തു പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ തന്നെ സ്വർണം ഒളിപ്പിച്ചു വെച്ച് ആ വിവരം സൈമനെ അറിയിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരാനാണ് സാധ്യത. ഏതായാലും സൈമൻ ഇങ്ങനെ ഇവിടുന്ന് ശരിയല്ല. 5 കോടി രൂപയുടെ സ്വർണമുണ്ട്. അതങ്ങനെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. സൈമനെ ഞാൻ കൊണ്ടുവരാം. ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ തനിയെ വരും. പള്ളിയിൽ മണിയടിക്കുന്നു. പ്രാർത്ഥനയ്ക്കുള്ള സമയത്ത് ഈ മാതിരി പരിപാടികൾ പാടില്ല എന്നർത്ഥം. ഇന്ന് ഞായറാഴ്ച എല്ലാരും കുമ്പസരിക്കുന്ന ദിവസമാണ്. സൂസൻ കുമ്പസരിക്കാൻ പോകുന്നില്ലേ? ഞാൻ പള്ളിയിൽ പോയിട്ട് എത്ര മാസമായെന്നറിയോ? എല്ലാ ഞായറാഴ്ചയും സത്യക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയി തെറ്റുകൾ ഏറ്റവർക്ക് സംശുദ്ധരാകണം. കുമ്പസാരിക്കുട്ടി ചെന്ന് എന്നും കള്ളം പറയാൻ എന്നെക്കൊണ്ടാവില്ല. തെറ്റുകൾ ഏറ്റു പറയുന്നത് വിഴുപ്പ് വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്ന പോലെ ആത്മസംതൃപ്തിയല്ലേ? അതുമല്ല, എല്ലാ ആഴ്ചയും ചെന്ന് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുമ്പോ കേൾക്കുന്ന വൈദികൻ എന്ത് തോന്നുന്നു? അത്ര വലിയ തെറ്റുകൾ സൂസൻ ചെയ്യാറുണ്ടോ? ദേ, ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിച്ചോണ്ടല്ലോ. കുമ്പസാര കൂട്ടിലിരുന്ന് വൈദികനോട് പറയാനല്ലേ മടി? ഇങ്ങോട്ട് അടുത്തിരുന്ന് കേൾക്കണം. പറയട്ടെ. പറഞ്ഞോളൂ. എന്റെ സൂസൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ തെറ്റുകൾക്കും യഹോവയുടെ നാമധേയത്തിൽ നാം പുറത്തിരിക്കുന്നു. നിന്നെ കാണുന്നില്ലോടി, അതുകൊണ്ടല്ലേ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. നീയൊന്നും മിനിങ്ങിയിട്ടുണ്ടല്ലോടി. നീ കള്ളം പറയുന്നു. നിന്നാണ് സത്യം. നിന്റെ അച്ചായൻ വന്ന സന്തോഷമാണെന്ന് വെച്ചോ. പിന്നെ അച്ചായന് വല്ലപ്പോഴെങ്കിലും ഇങ്ങോട്ടൂടെ അയക്കണേ. ജൂലി, ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്തു പറ്റി? അച്ചായൻ നിന്നെ കൂടി കപ്പലിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചോ? അയ്യേ, ചേട്ടൻ സമ്മതിച്ചാലും ഞാൻ പോവോ? പിന്നെ എന്തോന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത്? ഞങ്ങളുടെ കല്യാണത്തിന് വീട്ടിൽ പച്ചക്കൊടി കാണിച്ചു. ആ വിവാഹം കലക്കാൻ ജോൺസിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടല്ലോ. കലക്കാൻ അവനിങ്ങ് വരട്ടെ. അയാൾക്ക് നിന്നോട് ഇത്ര ഭ്രമം എന്താ? നല്ല തല്ലുകൊള്ളുമ്പോ താനെ മാറിക്കൊള്ളും. നിങ്ങളുടെ കല്യാണത്തിന് എന്റെ ഫ്രീ ഡാൻസ്. അതിന് കല്യാണം വീട്ടിൽ വെച്ചല്ലോ. എന്നാ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഡാൻസ്. ഓക്കെ? ഓക്കെ. വരൂ, അത് പോവാം. നിങ്ങളല്ലേ സൈമൺ? അതെ. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനു? ക്യാപ്റ്റനെ കൊന്ന കുറ്റത്തിൽ. സമാധാനപ്പെടും. ധ്യാനം വെക്കാതെ ഞാൻ പറയുന്നത് കേൾക്കും.